സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കാർക്കെതിരെ വരുന്ന റേസിസ്റ്റ് കമന്റ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുക ഇന്ത്യൻസ് സ്മെൽസ് ബാഡ് എന്നുള്ളതായിരിക്കും. ആസ് എ ഹ്യൂമൻ, അതിപ്പോൾ ഇന്ത്യൻ ആണെങ്കിലും ബ്രിട്ടീഷ് ആണെങ്കിലും ഐറിഷ് ആണെങ്കിലും മറ്റേ ബോഡിയുടെ സ്മെല്ല് വരുന്ന സംഭവങ്ങളൊക്കെ പ്രോസസ്സൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടാവും എന്നുള്ള ചെറിയൊരു സത്യമുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം നമ്മൾ കഴിയുന്ന ഭക്ഷണമാണ്. പ്രത്യേകിച്ചും ഒരുപാട് സ്പൈസസ് കഴിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചും ഒണിയൻ, ഗാർലിക് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിനകത്ത് പോയിട്ട് ഇത് നമ്മളുടെ ബോഡിയുടെ ഒരു കെമിക്കൽ കോമ്പൗണ്ടിനെ ബാധിക്കും. അതൊരു സ്ട്രോങ് സ്മെല്ലായിട്ടാണ് പുറത്തു വരിക. രണ്ടാമത്തെ കാര്യം വെതറാണ്. നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാണ്, കൂടാതെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ ഓർഡർ മോളിക്യൂൾസ് പെട്ടെന്ന് മെൽട്ടായി പോകും. അപ്പോൾ നമുക്ക് അത്രയും മണം ഫീൽ ചെയ്യില്ല. പക്ഷെ ഇവിടെ തണുപ്പായതുകൊണ്ടും ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ടും ഈ മോളിക്യൂൾസ് ബിൽഡപ്പ് ആവുകയും ഒരു സ്ട്രോങ് സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും. വേറൊരു കാര്യം പിന്നെ പേഴ്സണൽ ഹൈജീൻ തന്നെയാണ്. നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ ഡെയിലി 1-2 തവണ കുളിക്കുമെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും തണുപ്പ് കാരണം കുളിക്കാൻ ചിലപ്പോൾ പൊതുവെ ഒരു മടിയൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അത്രയും ബോഡിയിൽ സ്മെല്ലായിട്ട് നിൽക്കും. അതിന്റെ കൂടെ പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഇവിടുത്തെ ആളുകൾ കുളിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ തന്നെയും ഇവര് വല്ലാതെ ഡിയോഡറന്റ് ഒക്കെ യൂസ് ചെയ്ത് മണത്തെ വല്ലാതെ മാസ്ക് ചെയ്ത് അത് പുറത്തു വരാത്ത രീതിയിൽ ബിഹേവ് ചെയ്യാൻ ഇവർക്കറിയും. ഈ പറഞ്ഞ കാര്യം ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഇവിടുത്തെ കുറെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, ടെസ്കോ, ലിഡിൽ, അസ്ദ എന്നുള്ള കുറെ സൂപ്പർ മാർക്കറ്റ് നമ്മൾ പോകുമ്പോൾ നമ്മൾ നിൽക്കുന്ന അതേ അയലിൽ വേറൊരു വെള്ളക്കാരൻ ഉണ്ടെങ്കിൽ നമുക്ക് ബോഡി ഓർഡർ ഒന്നും വരില്ല. പക്ഷെ അതേസമയം ഞാൻ ഒരു തവണ പോയപ്പോൾ ഒരു ഇന്ത്യക്കാരുണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ആ ബോഡി ഓർഡറും വേർപ്പ് മണം വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ മലയാളി ഷോപ്പിൽ പോകുമ്പോഴും നമുക്കിത് പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ പറഞ്ഞ വേറൊരു കാര്യം നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലും കൂടിയാണ്. ഇന്ത്യയിൽ ചൂടായതുകൊണ്ട് നമ്മൾ പലപ്പോഴും കോട്ടൺ ഡ്രസ്സൊക്കെയാണല്ലോ യൂസ് ചെയ്യാം. അത് പെട്ടെന്ന് സ്വെറ്റിനെ ഇവാപ്പറേറ്റ് ചെയ്ത് കളയാൻ സഹായിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ലെയേർഡ് ഡ്രസ്സിങ്ങും പോളിസ്റ്റർ സിന്തറ്റിക് ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടും മണം കൂടുതൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര റീസൺ ആയിരിക്കും. അപ്പൊ ശരിക്കും നമ്മൾ പേഴ്സണൽ ഹൈജീനെ കീപ്പ് ചെയ്യുക, ഡിയോഡറന്റ് യൂസ് ചെയ്യുക, ക്ലോത്ത് ഒക്കെ കറക്റ്റ് സമയത്ത് മാറ്റുക, പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഡോറെല്ലാം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക, അത് കിച്ചണിൽ നിന്ന് പുറത്ത് പോവാതിരിക്കുക, അങ്ങനെ ഭക്ഷണത്തിന്റെ മണം ഡ്രസ്സിന് പറ്റിപ്പിടിക്കാതിരിക്കുക, അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഇന്ത്യൻസ് സ്മെൽസ് ബാഡ് എന്ന് ബ്രിട്ടീഷ് പീപ്പിൾ റേസിസ്റ്റ് പറയുന്നത് അവരുടെ പ്രിജുഡൈസ്ഡ് മൈൻഡിന്റെ ഭാഗമാണ്. പക്ഷെ ഇങ്ങനെ ചെറിയൊരു സത്യം കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും.